നാടിന്റെ പൊതുവികസനത്തിന് ഉതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ ഉറപ്പാക്കുകയാണ് സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി PM മുഹമ്മദ് റിയാസ് താഴത്ത് കുളക്കട ചെട്ടിയാഴിക്കത്ത് പാലം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നാടുകൾ തമ്മിൽ ബന്ധിപ്പിക്കുക എന്ന സുപ്രധാന ദൗത്യമാണ് പാലങ്ങളിലൂടെ നിർവഹിക്കപ്പെടുന്നതെന്നും മന്ത്രി പറഞ്ഞു. LDF സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പാല നിർമ്മാണ പ്രവർത്തനങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് സമിതി രൂപീകരിച്ചിരുന്നു. 5 വർഷങ്ങൾ കൊണ്ട് 100 പാലങ്ങൾ നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ 2.25 വർഷത്തിനകം തന്നെ 93 പാലങ്ങൾ സാധ്യമാക്കി. ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നതിന് ജനങ്ങളോടുള്ള സർക്കാരിന്റെ പ്രതിബദ്ധതയാണ് ഇത് തെളിയിക്കുന്നതെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു. കുളക്കടയിലെയും മണ്ണടിയിലെയും ജനങ്ങളുടെ സന്തോഷത്തിൽ ഈ സർക്കാരും ഒപ്പം ചേരുകയാണ്. ഏനാത്ത് പാലത്തിന് സമാന്തരമായാണ് ഈ പാലം നിർമ്മിച്ചിട്ടുള്ളത്. ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നേരത്തെ സംസാരത്തിൽ എന്നോട് സൂചിപ്പിച്ചു, മണ്ണടി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലേക്ക് വളരെ എളുപ്പത്തിൽ എത്താനാകുന്ന വഴി കൂടിയാണ്. MC റോഡിലെ തിരക്ക് കുറച്ച് യാത്ര ചെയ്യാനും ഈ പാലം ഉപകരിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കിഫ്ബി പദ്ധതിയിൽ നിന്നും 11,88 ലക്ഷം രൂപ ചെലവഴിച്ചാണ് ഈ പാലം യാഥാർത്ഥ്യമായിട്ടുള്ളത്. 11 മീറ്റർ വീതിയിൽ നല്ല നിലയിൽ ഗതാഗതം സാധ്യമാക്കുന്നതാണ് ഈ പാലം. റിപ്പോർട്ടിനകത്ത് വളരെ വിശദമായി സൂചിപ്പിക്കുമെന്നുള്ളതൊന്നും ഞാനിലേക്ക് കടക്കുന്നില്ല. ജനങ്ങളിൽ സംതൃപ്തിയും സന്തോഷവും ഉളവാക്കുന്നതാണ് സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ മികവ് ചൂണ്ടിക്കാട്ടുന്നത്. പൊതുപുരോഗതി ഉറപ്പാക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന സർക്കാരാണ് ഇതെന്നും അധ്യക്ഷനായ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. കുറച്ച് തീർത്തുപോയെങ്കിലും പിന്നീട് കിഫ്ബി പലതവണ ഇത് റിവൈസ് ചെയ്ത് KRFയുടെ എഞ്ചിനീയർമാർ വളരെ ബുദ്ധിമുട്ട് നടത്തിയിട്ടാണ് ഇത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. പൂർത്തീകരിക്കാനായിട്ട് ഏറ്റവും പ്രധാനം പ്രളയം വന്നപ്പോൾ ഡിസൈനാകെ മാറി എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. പ്രളയം വന്നപ്പോൾ ഇതിൻ്റെ വെള്ളം വരുന്നതിൻ്റെ അളവ് മേലോട്ടാവും എന്നുള്ളത് ഡിസൈൻ മാറ്റുന്നതാണ്. അതെല്ലാം കൃത്യമായി ചെയ്ത് നമുക്കിപ്പോൾ ഈ പാലം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. 2 കരയിലുള്ളവരുടെ സന്തോഷം ഞാൻ എടുത്തു പറയേണ്ടതുണ്ട്. ആ സന്തോഷമാണ് ഇത്രയേറെ ആളുകളെ വളരെ ചുരുങ്ങിയ ദിവസം കൊണ്ട് പ്ലാൻ ചെയ്തൊരു കാര്യത്തിൽ ഇത്രയേറെ ആളുകളെ അവിടെ എത്തിച്ചത്. ആ സന്തോഷമാണ്. ആ സന്തോഷം ജനങ്ങൾ ഉണ്ടാവുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെന്റിന്റെയും ഭരണത്തിന്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം. സമസ്ത മേഖലകളിലെയും ഇടതടവില്ലാത്ത വികസനം തുടർ പ്രക്രിയയായി കേരളത്തിൽ നടത്തുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ, കൊടിക്കുന്നിൽ സുരേഷ് MP എന്നിവർ മുഖ്യാതിഥികളായി. ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ, രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. പാലം നിർമ്മാണത്തിന് സൗജന്യമായി ഭൂമി വിട്ടു നൽകിയ കുടുംബങ്ങളെ ചടങ്ങിൽ ആദരിച്ചു. നിർമ്മാണം അതുമായി ബന്ധപ്പെട്ട ഒരുപാട് നാൾവഴികൾ നമ്മുടെ മുന്നിൽ കടന്നുപോയിരുന്നു. എന്നാൽ ഈ പാലം നിർമ്മിക്കാൻ ആവശ്യമായ അല്ലെങ്കിൽ പാലത്തിന്റെ നിർമ്മാണത്തിന് പ്രതിസന്ധിയുണ്ടായ ഒരു ദൈവദൂതനെ പോലെയാണ് നമ്മുടെ ധനകാര്യമന്ത്രി. അദ്ദേഹം ഈ നാടിന്റെ MLA ആയി ധനകാര്യമന്ത്രിയായി വന്നത്. അതുകൊണ്ടാണ് ഈ പാലത്തിന്റെ പ്രതിസന്ധി പരിഹരിച്ച് കിഫ്ബിയിലൂടെ 11.5 കോടി രൂപ അല്ലെങ്കിൽ 11.45 കോടി അനുവദിച്ച് പ്രതിസന്ധി പരിഹരിച്ച് പാലം നിർമ്മാണം യാഥാർത്ഥ്യമാക്കി അതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം. ന്യൂസ് ബ്യൂറോ, കൊട്ടാരക്കര.